നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ആരിന് ഭയങ്കര ദേഷ്യമായിരുന്നു. ആരും മിത്രയോട് പറഞ്ഞു, "ഹും, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ശരി, ഒരു പക്ഷേങ്കില് അവൾ നമ്മളെ ചതിച്ചിട്ട് പോയതാ. അനു എത്രയൊക്കെ ചതിച്ചെന്ന് പറഞ്ഞാലും അവൾ എന്റെ പെങ്ങളാണ്. എന്റെ കൺമുന്നിലിട്ട് അവളെ ഉപദ്രവിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അവനെ ഞാൻ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലത്തുള്ളൂ." അപ്പോഴേക്കും മിത്ര പറഞ്ഞു, എന്തൊക്കെയാ ആര്യനീ പറയണേ? പിന്നല്ലാതെ അവളുടെ ദേഹം നൊന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ കൈ കിട്ടും അവന്. ഇന്ന് അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. പക്ഷെ എപ്പോഴും അങ്ങനെയൊന്നും ആയിരിക്കില്ല. മിത്ര പറഞ്ഞു, ആരിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അവളുടെ കാര്യം അവള് നോക്കിക്കോളും. അവള് സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ എന്നും പറഞ്ഞോണ്ട് അവളുടെ കാര്യം അവള് നോക്കുമെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതമായിരിക്കും തകർന്നു പോകുന്നത്. ഒരിക്കലും ഇല്ല ആര്യ. നമ്മൾ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ കാണുന്നൊന്നും ആയിരിക്കില്ല അകമയുള്ള അവരുടെ ജീവിതം. അതെങ്ങനെ നിനക്കറിയാം? അതെ, നമുക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതൊക്കെ പതുക്കെ ആരും മനസ്സിലാക്കും. മിത്രയ്ക്ക് അറിയാലോ കല്യാണം നടന്ന എങ്ങനെയാണ്. അനു തന്നെയാ സ്വന്തമായിട്ട് കഴുതി താലി ആർത്തിയെന്നുള്ള കാര്യം. പക്ഷെ സത്യം ചെയ്ത് കൊടുത്തോണ്ട് ആരിനോട് പറയാൻ പറ്റാത്തോണ്ട് മാത്രമാണ് മിത്ര ഇങ്ങനെയൊന്ന് ഒതുക്കത്തി പറഞ്ഞു നിർത്തുന്നത്. ആരിന് ഭയങ്കര സങ്കടമായി. കാരണം തന്റെ പെങ്ങളെയാണ് അവൻ ഇൻസൾട്ട് ചെയ്ത് തന്റെ മുന്നിലിട്ട്. ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും മിത്ര അലോകിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അലോക് ജോഗിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മിത്ര അവിടെ നിന്നു. അലോക് മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്ന കണ്ടപ്പോഴത്തേനും മിത്ര വിളിച്ചു, എടാ അലോകെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോഴേക്കും അലോക് അങ്ങോട്ട് വന്നു. ആ നീയോ? എടാ നീ ഈ ചെയ്യുന്ന ശരിയാന്ന് തോന്നുന്നുണ്ടോ? എന്ത്? അല്ല, നീ എന്തിനാണ് അനുവിനെ ഉപദ്രവിക്കുന്നേ? അത് ശരിയാണോ? മറ്റുള്ളവരുടെ മുന്നിലിട്ട്. ഓ, അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി നിന്നാണോ നീ? അതിന്റെ ആവശ്യമില്ലായിരുന്നു. അവൾ എന്റെ ഭാര്യ. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. അതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരാ നിനക്കറിയത്തില്ലേ? ഞാൻ നിന്റെ പെങ്ങളല്ലേ? പെങ്ങളോ? എവിടത്തെ പെങ്ങള്? എടി, ഞാൻ നീ ആയിട്ടുള്ള ബന്ധമൊക്കെ തീർന്നു അന്ന് നീ ആ വീട് ഉപേക്ഷിച്ച് ഇറങ്ങി പോന്നപ്പോ. അതിനു മുമ്പ് നീ എന്റെ സഹോദരനായിരുന്നല്ലോ. അത് നീ സമ്മതിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും അവളെ നീ ഉപദ്രവിക്കരുത്. അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷം എനിക്കായിരിക്കും. നിനക്കോ? അതെങ്ങനെയാടി? നീ ദേവമംഗലത്ത് നിൽക്കുന്നവളല്ലേ? അതെ, സ്വന്തം പെങ്ങളെ നീ ഉപദ്രവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിന് സഹിക്കാൻ പറ്റുമോ? അപ്പൊ അതിന്റെ ദോഷം എനിക്ക് കിട്ടും. കാരണം ആരും വെറുതെ ഇരിക്കില്ല. അപ്പൊ അതിന്റെ പീഡനം സഹിക്കേണ്ടി വരുന്ന ഒരാൾ ഞാനും കൂടെ ആയിരിക്കും. അതുകൊണ്ട് നീ അവളെ ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിനും എനിക്കിട്ട് പണി തരൂന്ന് പറഞ്ഞു. അലോകിന് ഭയങ്കര സന്തോഷം. അലോക് പറഞ്ഞു, എടി തേടിയ വള്ളി കാലി ചുറ്റിയ പോലെയാണല്ലോ ഇത്. അവൻ നിന്നെ ഉപദ്രവിക്കട്ടെ, അതുകൊണ്ട് എനിക്കെന്താ കുഴപ്പം? ഓഹോ, അപ്പൊ ഞാൻ നിന്റെ പെങ്ങളാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വെറുതെ അല്ലേ? എടി ആയിരുന്നു, അതൊക്കെ പണ്ട്. പക്ഷേ നീ ആ ദേവമംഗലത്തേക്ക് കാലെടുത്ത് കുത്തിവെച്ചോട് കൂടിയിട്ട് നീ എന്റെ ശത്രുക്കളാ. അറിയാലോ, ശത്രുപക്ഷത്താ. ഇനി നിനക്ക് എന്ത് സംഭവിച്ചാലും എനിക്കെന്താ? പിന്നെ ഞാൻ അനുവിനെ ഉപദ്രവിക്കുമ്പോ നിനക്ക് അവിടെ ഉപദ്രവം കിട്ടുമെങ്കിൽ എനിക്ക് നല്ലൊരു കാര്യം, അത് സന്തോഷമുള്ളൊരു കാര്യമാ. കിട്ടട്ടടി, ഞാൻ സന്തോഷിക്കട്ടെ. എടാ, നീ ഇത്ര കണ്ണിച്ചോര ഇല്ലാത്തവനായി പോവരുത്. എടി, കണ്ണിച്ചോരയൊക്കെ എനിക്ക് ഇത്തിരി കുറവാ. അതുകൊണ്ട് എന്റെ മോൾ ഇപ്പൊ തൽക്കാലത്തേക്ക് പോവാൻ നോക്ക്. അങ്ങനെ അതും പറഞ്ഞിട്ട് അലോ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം മിത്ര ഇങ്ങനെ ആലോചിക്കുക. മിത്രയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഈ സമയത്ത് ദേവമംഗലത്ത് എല്ലാരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, അല്ല മിത്ര എന്തി അവളെ കാണുന്നില്ല? അവള് പ്രാക്ടീസിന് പോയിട്ട് വന്നിട്ടില്ല അച്ഛാന്ന് പറഞ്ഞു. ആ ശരി. ആ സമയത്താണ് ഗോമതി പറഞ്ഞത്, അല്ല അത് പിന്നെ ഉണ്ടല്ലോ, എനിക്കൊരു കാര്യം പറയാനുണ്ട് ബാലേട്ട. എന്താ? അല്ലെങ്കിൽ സാരമില്ല, ഞാൻ പിന്നീട് പറഞ്ഞോളാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ബാലച്ച, ഞാനൊരു ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു, അതിന്റെ കാര്യം എങ്ങനെയായി? മീനാക്ഷി പറഞ്ഞു, അത് നല്ല കാര്യമായിട്ടാ അച്ഛാ എനിക്കും തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കടയിൽ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോഴേക്കും ആനന്ദി ചോദിച്ചു, എന്താ വെച്ചാ കാര്യം? അതെ, ദേവമോളൊരു ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നമ്മൾ കടയിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ ഒക്കെ നമ്പർ വാങ്ങി വെക്കണം. പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ നമുക്ക് മെസ്സേജ് തന്നാൽ മതി. നമ്മൾ വേണേൽ വീട്ടിൽ കൊണ്ടേ എത്തിച്ചാം. അല്ല, വീട്ടിൽ കൊണ്ടേ എത്തിക്കാം. അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നേ. അത് കേട്ടതും ആനന്ദ് പറഞ്ഞു, ഏയ് എനിക്കതത്ര നല്ല കാര്യമായിട്ട് തോന്നില്ല. ശ്രീദേവിയുടെ ഐഡിയ അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറയണേ. ശ്രീദേവിയെ നോക്കിയിട്ടാണ് പറയണേ. കോമതി പറഞ്ഞു, എടാ നിനക്ക് എന്താടാ ഇപ്പൊ ഇത്ര പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ നീ എന്തിനാ വേണ്ടാന്ന് പറയണേ? ബാലൻ പറഞ്ഞു, എടാ ആനന്ദേ, ഇവരൊക്കെ പറഞ്ഞ കാര്യമാ, നല്ല കാര്യമാ. പക്ഷെ അതൊക്കെ നടപ്പാക്കണമെങ്കിൽ ഒരാളും കൂടെ വേണം കടയില്. ഒരാളും കൂടെ ഇല്ലാത്തത് കാര്യങ്ങളൊന്നും ഓടത്തില്ല. എന്നെ കൊണ്ടും രാമേണ്ണനെ കൊണ്ടും ഇവനെ കൊണ്ടും ഇതൊക്കെ കടയിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റില്ല. ധർമ്മനെ കൊണ്ടൊന്നും.
അതുകൊണ്ട് ഒരു സ്റ്റാഫും കൂടെ വരണം, നല്ല കാര്യമായിരുന്നു. മീനാക്ഷി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഒരു സ്റ്റാഫിനെ കൂടെ നിർത്തുക, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്. ബാലന് എഴുന്നേറ്റ് കൈ കഴുകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഗോമതി പറഞ്ഞു ബാലേട്ടൻ അവിടെ ഇരിക്കെ, ഞാൻ പോയി ആരാന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി പോയി കതവ് തുറക്കുവാണ്. കതവ് തുറന്ന ഗോമതി അവരെ കണ്ട് ഞെട്ടിപ്പോയി. വേണുവും ജലജയായിരുന്നു, ജീവന്റെ അച്ഛനും അമ്മയായിരുന്നു വന്നിരിക്കുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് ഗോമതി അകത്തേക്ക് വരാൻ പറഞ്ഞു. അവരകത്തേക്ക് കയറി വരുന്നുണ്ടപ്പത്തേനും ബാലനും ഒന്ന് വല്ലാതായിപ്പോയി. എന്തിനാ വന്നേന്ന് അറിയില്ലോ. പിന്നീട് ബാലൻ പറഞ്ഞു വന്നിരിക്കാനൊക്കെ പറഞ്ഞു. ഗോമതി ചായ എടുക്കുക, ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാനൊന്നും വന്നല്ലോ. അപ്പോഴേക്കും ജലജ കയറി അടഞ്ഞു. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട്, അതുകൊണ്ട് വന്നതാ. നിങ്ങളുടെ മോള് കാരണം ഞങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായത് അറിയാവോ. അപ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടെ വന്ന് നിന്നു. ആ സമയം ഗോമതി പറഞ്ഞു നിങ്ങൾക്ക് മാത്രമല്ലോ ഞങ്ങൾക്ക് നഷ്ടമുണ്ട്. ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ മോളുടെ കല്യാണം നടന്നില്ലേ, നിനക്ക് നഷ്ടമുണ്ടെങ്കിലും പക്ഷെ ഞങ്ങളുടെ മോന്റെ കല്യാണം പോലും നടന്നിട്ടില്ല, അറിയാലോ. അവന് മാനനഷ്ടം, ധനനഷ്ടം എന്ന് വേണ്ട, എല്ലാം കൊണ്ടും അവൻ ആകെപ്പാടെ അടിപതറിപ്പോയി. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അല്ല ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ സാറ് പറയണത്? എന്ത് ചെയ്യണമെന്നാന്നോ? ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടിയേ മതിയാവുള്ളൂ. ഇതങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ബാലൻ പറഞ്ഞു നഷ്ടപരിഹാരം തരാം, ഞങ്ങൾക്കതിനും പ്രശ്നമില്ല. എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി, നഷ്ടപരിഹാരം തരാം. ജലജ പറഞ്ഞു നഷ്ടപരിഹാരമായിട്ട് ഞങ്ങൾക്ക് 1 കോടി രൂപ വേണം. 1 കോടിയോ? ബാലനുൾപ്പെടെ ബാക്കി എല്ലാവരും ഞെട്ടി. അതെ, 1 കോടി രൂപ. കോടതി പോയി കേസ് കളിക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾക്ക് പൈസ വന്നോണം. അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ശരി, ഞാൻ സമ്മതിക്കുന്നു, 1 കോടി രൂപ തരാം. കോമതിയൊക്കെ അന്താളിച്ച് നിൽക്കുവാണ്. 1 കോടി രൂപ ബാലൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനായിട്ടാ? ആ സമയം ജലജ പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പം തരും അത് ഞാനൊന്ന് സംഘടിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ശരി, 1 മാസത്തെ അവധി തരാം, അതിനുള്ളിൽ തന്നെ 1 കോടി രൂപ തന്നേക്കണം, അല്ലെങ്കിലുണ്ടല്ലോ. അതും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഇറങ്ങിപ്പോയി. ആ സമയം ബാലിൻ്റെ അടുത്ത് നിന്നിട്ട് ഗോമതി ചോദിച്ചു ബാലേട്ടാ 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞ് എവിടുന്നാ? അതിന് ബാലേട്ടൻ്റെ കയ്യിലുണ്ടോ 1 കോടി രൂപ? ഇല്ല, ഈ വീട് സ്ഥലം വിറ്റിട്ടാണെങ്കിലും ശരി ഞാനിത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ബാലൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സങ്കടമായി. കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ. ഇതേ സമയത്ത് മിത്ര അനന്തനെ കാണുവാണ്. അനന്തനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് അനന്തൻ വന്നു കഴിഞ്ഞപ്പോൾ അനന്തന്റെ അടുത്തേക്ക് മിത്ര ചെന്നു. മിത്ര എന്നിട്ട് പറഞ്ഞു അച്ഛ എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. അച്ഛനോ? ആരുടെ? നിന്റെ അച്ഛന്. അച്ഛൻ എന്ത് വെള്ളം പറഞ്ഞു, പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം അച്ഛൻ കേൾക്കണം. ഇപ്പൊ ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധി പെട്ടിരിക്കുക. അത് കേട്ടതും അനന്തൻ പെട്ടെന്ന് ഒരു നിമിഷം ഒന്നും മിണ്ടാ നിന്നു. അച്ഛനറിയാലോ അലോകിന്റെ അനുവിന്റെ കല്യാണം കഴിഞ്ഞതൊക്കെ, പക്ഷേങ്കില് പറഞ്ഞിട്ട് കാര്യമില്ല, അലോക് അനുവിനെ ഉപദ്രവിക്കുന്നുണ്ട്. അതിന് എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അനന്തൻ ചോദിച്ചു. അതേച്ചാ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ദോഷം അനുഭവിക്കേണ്ട ആള് ഞാനാണ്. ഈ കാര്യങ്ങൾ ആരിനെ എങ്ങനെ അറിഞ്ഞിട്ടുണ്ട്? ആരിന് എന്നോട് കാര്യം പറഞ്ഞു. അലോക് അനുവിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഈ വീട്ടിൽ കരയേണ്ടി വരും. എൻ്റെ പെങ്ങൾക്ക് അവിടെ കിട്ടുന്ന പീഡനമൊക്കെ നീ ഇവിടെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെയാണ് ആരിനും പറയണേ. അതുകൊണ്ട് അലോകിനോട് അച്ഛനൊന്ന് പറയണം, അവനോട് മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട്. ഒരുപക്ഷെ അവൻ ഇനിയിപ്പോൾ അവളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കാൻ പോകുന്ന ഒരാൾ ഞാനും കൂടെ ആയിരിക്കും. എൻ്റെ ജീവിതം തകർന്നു പോകും. ഇത്രയും നാളും ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല അച്ഛാ. എനിക്കിത് അച്ഛനോടൊന്ന് പറയണം തോന്നി. അച്ഛൻ്റെ മകളുടെ ജീവിതമാണ് പോയിക്കൊണ്ടിരിക്കണേ. ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ അച്ഛന് അലോകിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അത് കേട്ടപ്പോൾ അനന്തന് ഭയങ്കര സങ്കടമായിപ്പോയി. പിന്നീട് മിത്ര അങ്ങോട്ട് പോയി. മിത്ര പോകുന്ന സമയത്ത് മിത്രയുടെ ചുണ്ടിലൊരു ചിരി ഉണ്ടായിരുന്നു. താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നൊക്കെ ഒരു ചിന്ത. ഇനിയിപ്പോൾ കുഴപ്പമില്ല, അച്ഛൻ ചോദിച്ചോളും. ആ സമയം അനുശ്രീ മുറിയിലായിരുന്നു. അലോ അങ്ങോട്ട് വന്നു. അലോക് ഭയങ്കര സന്തോഷത്തോടെ വന്നിട്ട് പറഞ്ഞു എടി നിന്റെ ആ മിത്രയുണ്ടല്ലോ, അവൾക്കിട്ട് ഞാൻ എന്തൊരു പണി കൊടുത്തെന്ന് പറഞ്ഞു. പണിയോ? എന്ത് പണി? എടി ഞാൻ നിന്നെ ഉപദ്രവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ എങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോഴാരും അവളെ വെറുതെ വിടില്ല പോലും. നിന്നെ ഞാൻ ഇവിടെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവിടെ ഉപദ്രവിക്കുന്ന ആര്യന്. എനിക്ക് നല്ല സന്തോഷമുള്ള കാര്യമായിട്ടാ തോന്നിയത്. അവൾക്കൊട്ടൊരു പണി കൊടുക്കാൻ ഞാൻ കാത്തിരിക്കുമായിരുന്നു. എന്താണല്ലോ അവൾക്കൊട്ടൊരു പണി കൊടുക്കുന്നുണ്ടല്ലോ, എനിക്ക് നല്ല കാര്യമുള്ളൂ. അത് കേട്ടപ്പോൾ അനു പറഞ്ഞു ദിയാലോകെ വെറുതെ പ്രശ്നം ഉണ്ടാക്കാണ്ട് നീ നിൽക്കരുത്. പിന്നെ പ്രശ്നം ഉണ്ടാക്കൽ നിൽക്കില്ലെന്ന് പോലും, ഒന്ന് പോടി അവിടുന്ന്. ആ സമയം അനു പറഞ്ഞു എടാ നീ കൂടുതൽ കളിച്ചുകൊണ്ടാ അറിയാലോ എന്താ സംഭവിക്കണേന്ന്. തിരിച്ചായിരിക്കും സംഭവിക്കുന്നേ, അത് അനുഭവം ഉള്ളതല്ലേ, മിണ്ടാതിരുന്നാ നിനക്കൊള്ളാന്ന് പറഞ്ഞു. പിന്നെ അലോകൊന്നും പറയാനായിട്ട് പോയില്ല. അപ്പോഴേക്കും അനുശ്രീ പറഞ്ഞു എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാറുണ്ട്. ഡ്രസ്സോ? അതെ, ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരൊക്കെ എനിക്ക് എടുത്തു തന്ന കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ലാതെ വേറെ ഡ്രസ്സുകളൊന്നും ഇല്ല. പിന്നെ എനിക്കതുകൊണ്ട് വെച്ച് ഡ്രസ്സ് വാങ്ങണം. നിനക്ക് ഡ്രസ്സ് വാങ്ങാനോ? ഒന്നും വാങ്ങി തരുന്നില്ലടി. ഓൾറെഡി ഡ്രസ്സ് ഇട്ടോണ്ട് ഇപ്പം നീ നിന്നാ മതി. അലോകെ പ്ലീസ് അലോകെ,
എനിക്ക് വേറെ ഡ്രസ്സ് ഇല്ലാത്തോണ്ടാ. അലോകിന്റെ അമ്മ വാങ്ങി തന്ന കുറച്ച് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, വേറെ മാറിയിടാനൊന്നുമില്ല. ഇല്ലെങ്കിൽ നീ തുണി കൊടുക്കാൻ നടന്നാ മതിയടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലോക് ദേഷ്യപ്പെടുവാണ്. അനുവിന് ആകെപ്പാടെ സങ്കടമായിപ്പോയി. അലോക് ദേഷ്യത്തോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് അലോക് ഹാളിലേക്ക് എളുപ്പത്തിനും അച്യുതനും അനന്തനോടെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അനു പിന്നാലെ ഓടി വന്നു. അലോകെന്നും പറഞ്ഞുകൊണ്ട് അലോകിന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ആ സമയത്താണ് അച്യുതനും അനന്തനും ഒക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ അനു ഒന്നും മിണ്ടാ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോഴത്തേനും അനന്തൻ അലോകിനോട് ചോദിച്ചു, എന്താടാ, എന്താ കാര്യം, എന്താ? ഒന്നുമില്ല വില്ലിച്ചാന്ന് പറഞ്ഞു. എടാ, നീ ഇവിടെ ഉപദ്രവിക്കാറുണ്ടെന്നോടാ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഉപദ്രവിക്കാറുണ്ടെന്നോ? വല്ലിച്ചനോട് ആരാ ഇത് പറഞ്ഞേ? അങ്ങനെയൊന്നും ഇല്ല. വേണ്ട, വെറുതെ എൻ്റെ അടുത്ത് കള്ളത്തരമൊന്നും പറയണ്ട. എടാ, എനിക്കൊരു മോളുണ്ട്, മിത്ര. അവൾ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്, നിനക്കറിയാലോ. നീ ഇവളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അവളായിരിക്കും അവിടെ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവളെ നല്ലപോലെ തന്നെ നീ നോക്കിക്കോണം. ഇവളെ നീ കെട്ടിക്കൊണ്ട് വന്നല്ലേ ഇങ്ങോട്ട്. അച്യുതൻ പറഞ്ഞു, അനന്തേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. കൂടുതലൊന്നും പറയണ്ട. നീ ഇവനെ ന്യായീകരിക്കാനും നോക്കണ്ട. പറഞ്ഞത് കേട്ടല്ലോ. ഒരു കാരണവശാലും നീ നിന്റെ ഭാര്യയെ വേദനിപ്പിച്ചേക്കരുത്. പിന്നീട് അനുവിനോട് പറഞ്ഞു, മോളെ, ഇവൻ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ മോള് കാര്യം പറയണം. അപ്പോഴേക്കും അനു പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല അങ്കിളെ കാര്യങ്ങള്. അലോകനെ ഉപദ്രവിക്കാറൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ എപ്പോഴും സ്നേഹത്തിലാന്നൊക്കെ പറഞ്ഞ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു. അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ എൻ്റെ അടുത്തൊന്നും പറയണ്ട. അത് കേട്ടപ്പം അനുസരി പറഞ്ഞു, അങ്കിളെ, ഇപ്പൊ തന്നെ അലോകനോട് ഞാൻ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചാണോന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അലോകന് കുറച്ച് തിരക്കുണ്ട്, പിന്നെ ആട്ടേന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് പറഞ്ഞു, ശരി, അങ്ങനെയാണ്, പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആണോടാ, നിനക്ക് എന്താടാ തിരക്ക്? നീ മര്യാദയ്ക്ക് പോയി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം മോൾക്ക്. അലോകിന് എന്തേലും പറയാൻ പറ്റുമോ? അത് അനുസരിയുടെ ഒരു നമ്പറായിരുന്നു. അപ്പോഴേക്കും അലോക് പറഞ്ഞു, വെല്ലിച്ച, ഞാൻ നിന്നോട് പറയുന്ന അനുസരിച്ചാൽ മതി. അനുസരി പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അനുസരി റെഡിയായിട്ട് വന്നു. അലോകെ, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. അലോക് വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ഇങ്ങനെ നിൽക്കുക, എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, ഇനി ചെന്നിട്ട് വാടാന്ന് പറഞ്ഞു. അങ്ങനെ അനുസരി അലോകും കൂടെ പുറത്തേക്ക് ഇറങ്ങിയപ്പം അനുസരി പറഞ്ഞു, ഇതൊരു സാമ്പിള് വെടിക്കൂട്ട് മാത്രമാ, തുടങ്ങിയിട്ടുള്ളൂ. അലോകെ, പൂരം കാണാൻ നീ പോകുന്നുള്ളെന്ന് പറഞ്ഞു. ഈ സമയത്ത് വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ആരിരിക്കുന്നേ ആൻ്റെ അടുത്തേക്ക് ഗോമതി വന്നിട്ട് പറഞ്ഞു, എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചിരിക്കുന്നത്. ആ പൈസ ബാലേട്ടൻ കൊടുക്കാന്ന് പറഞ്ഞു. എവിടുന്ന് എടുത്ത് കൊടുക്കുമെന്ന് ഓർത്താ ഇരിക്കുന്നേ. ആര്യം പറഞ്ഞു, അമ്മേ, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ, ഇനിയിപ്പോ വീട് വിറ്റിട്ടാണെങ്കിലും കൊടുക്കൂന്ന്. എടാ, അങ്ങനെ വീട് വിറ്റിട്ട് നമ്മളെല്ലാരും കൂടെ എന്ത് ചെയ്യും? എനിക്ക് അതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, എന്തേലും ഒരു വഴി അച്ഛൻ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലാതെ പിന്നെ അച്ഛൻ ചുമ്മാ പറയുവോ? അത് ശരിയാ, പക്ഷെ എനിക്ക് ബാലേട്ടനെ അറിയാലോ. ബാലേട്ടന്റെ കയ്യിൽ അങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും അധികം ഇല്ലാന്ന് എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. ആര്യം പറഞ്ഞു, ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും. അമ്മ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല. കോമതി നിനക്കതൊക്കെ പറയാം, എന്റെ ചങ്കിലെ തീയെ എനിക്കറിയത്തുള്ളൂ. അല്ലെങ്കിൽ ആ ദേവമല ക്ഷേത്രത്തിലെ പൂജകളും കാര്യങ്ങളൊക്കെ മുടങ്ങിയതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇനി ഇത് എവിടം വരെ എത്തി നിൽക്കുന്ന ആര് കണ്ടു? അതും പറഞ്ഞിട്ട് ഗോമതി വിഷമിക്കുകയാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.